ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അരിപ്പൊടി ഉപയോഗിച്ച് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു വട മിനിറ്റുകൾ കൊണ്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ ഒരു വട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഈ ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് മുഴുവനായിട്ടുമുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലെയിം ഓൺ അല്ല, ഓഫാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തൈരിൽ അല്പം കട്ടകളുണ്ട്, അതെല്ലാം ഒന്ന് ഉടച്ച് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള അസഫോഡിറ്റ പൗഡർ, അതായത് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ചെറിയ ജീരകം ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1/2 മുറി സവാള വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. വീണ്ടും നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മൾ വീട്ടിൽ സാധാരണ പത്തിരിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തൈര് എടുത്തിട്ടുള്ള അതേ കപ്പിൽ കറക്റ്റ് 1 കപ്പ് അളവിലുള്ള അരിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അരിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്തും നമ്മുടെ ഫ്ലെയിം ഓൺ അല്ല, ഓഫാണ്. ഇതിലേക്ക് നമ്മൾ വീണ്ടും 1/2 കപ്പ് അളവിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈരും 1/2 കപ്പ് അളവിലുള്ള വെള്ളവുമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒട്ടും തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ വടക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പാനിൽ നിന്നും ഇതുപോലെ വിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മിക്സ് ഉണ്ടായിരിക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ വടക്കുള്ള മിക്സ് അത്യാവശ്യത്തിന് ചൂടാറി വന്നിട്ടുണ്ട്. അല്പം ചൂടുണ്ട്. ഈ ഒരു ചെറു ചൂടോടെ തന്നെ വേണം നമുക്ക് ഈ മിക്സ് ഒന്ന് കുഴച്ചെടുക്കാൻ. അതിനുവേണ്ടി കൈക്ക് മുകളിൽ ഒരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വടക്കുള്ള മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇനി നമുക്ക് ഇതിൽ നിന്നും മീഡിയം വലിപ്പത്തിലുള്ള ഓരോ ബോൾസ് ആക്കി മാറ്റാം. ഒട്ടും തന്നെ സ്ക്രാച്ച് ഇല്ലാതെ വേണം നമുക്കിത് ഒരു ബോൾസ് ആക്കി എടുക്കാൻ. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉഴുന്ന് വടക്ക് ഹോൾ ഉണ്ടാക്കുന്നത് പോലെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഒരു വട നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ വടയും നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ സ്ക്രാച്ച് ഇല്ലാതെയാണ് നമ്മളിത് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. നമ്മുടെ വട ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഈ ഒരു വടയിലേക്ക് ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഒന്ന് കെച്ചപ്പാണ്, മറ്റൊന്ന് പുതിന ചട്നിയാണ്. ഇത് രണ്ടും ഇതിലേക്ക് നല്ല കിഡിലൻ കോമ്പിനേഷനാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്ക് ഈ വട തയ്യാറാക്കാൻ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണിത്. 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആണ്, നല്ല സ്പോഞ്ചിയാണ് ഈ ഒരു വട. അപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.